മലയാള സിനിമയിൽ ഇതുവരെ കണ്ടിട്ടില്ലാത്ത അസാധാരണമായ വയലൻസ് രംഗങ്ങളും ഹെവി മാസ് ആക്ഷനുമായാണ് മാർക്കോ എത്തിയത്. മോസ്റ്റ് വയലന്റ് ആക്ഷൻ ചിത്രം എന്ന വിശേഷണമാണ് ചിത്രത്തിനുള്ളത്. ചിത്രത്തിന്റെ പുറത്തിറങ്ങിയ പോസ്റ്ററുകളും രക്തം ചീന്തിയ ഫോട്ടോകൾ ഉൾപ്പെടെ തുടക്കത്തിലെ ആ സൂചനകൾ നൽകിയിരുന്നു. അതെല്ലാം ശരിവെക്കുന്ന തരത്തിലാണ് മാർക്കോയുടെ പ്രദർശനം മുന്നേറുന്നത്. ക്യൂബ്സ് എന്റർടൈൻമെന്റ്സിന്റെ ബാനറിൽ ഷെരീഫ് മുഹമ്മദ് നിർമ്മിച്ച അനീഫ് അദേനി തിരക്കഥ എഴുതി സംവിധാനം ചെയ്യുന്ന ഉണ്ണി മുകുന്ദൻ ചിത്രമാണ് മാർക്കോ. വലിയ ഹൈപ്പിൽ തിയേറ്ററുകളിലെത്തിയ ചിത്രം 2 ദിവസം പിന്നിടുമ്പോൾ മികച്ച കളക്ഷനാണ് നേടുന്നത്. 2 ദിവസം കൊണ്ട് സിനിമ ആഗോളതലത്തിൽ 25 കോടിയോളം രൂപ നേടിയെന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത്. ആദ്യ ദിനത്തിൽ മാർക്കോ 10 കോടിയിലധികം സ്വന്തമാക്കി. കേരള ബോക്സ് ഓഫീസിൽ മാർക്കോയ്ക്ക് മികച്ച കളക്ഷനാണ് ലഭിക്കുന്നത്. ആദ്യ ദിനത്തിൽ 4 കോടി നേടിയ സിനിമ രണ്ടാം ദിനത്തിലേക്ക് കടക്കുമ്പോൾ ആകെ 8 കോടിക്ക് മുകളിൽ കേരളത്തിൽ നിന്ന് മാത്രം നേടി. സിനിമയുടെ ഈ കുതിപ്പ് തുടർന്നാൽ ഉണ്ണി മുകുന്ദന്റെ കരിയറിലെ ആദ്യ 100 കോടി ചിത്രമാകും മാർക്കോ എന്നാണ് അനലിസ്റ്റുകളുടെ നിഗമനം. ഗംഭീര ആക്ഷൻ രംഗങ്ങളും ഉണ്ണി മുകുന്ദന്റെ മിന്നുന്ന പ്രകടനവുമാണ് സിനിമയുടെ ഹൈലൈറ്റായി പലരും പറയുന്നത്. മാർക്കോയിലെ പശ്ചാത്തല സംഗീതത്തിന് മികച്ച അഭിപ്രായമാണ് ലഭിക്കുന്നത്. KGF, സലാർ എന്നീ ബ്രഹ്മാണ്ഡ ചിത്രങ്ങളുടെ സംഗീത സംവിധായകൻ രവിയാണ് മാർക്കോയ്ക്ക് സംഗീതം ഒരുക്കിയത്. 2 മണിക്കൂർ 25 മിനിറ്റാണ് സിനിമയുടെ ദൈർഘ്യം. ആക്ഷന് വലിയ പ്രാധാന്യം ഒരുക്കിയിരിക്കുന്ന സിനിമയിലെ സംഘടനകൾ ഒരുക്കിയിരിക്കുന്നത് പ്രമുഖ ആക്ഷൻ ഡയറക്ടർ കലൈ കിങ്സ്റ്റൺ ആണ്. ചിത്രത്തിനായി 7ഓളം ഫൈറ്റ് സീക്വൻസുകളാണ് ഒരുക്കിയിട്ടുള്ളത്. എന്റർടൈൻമെന്റ് ഡെസ്ക്, സി മലയാളം ന്യൂസ്. പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ. എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സി മലയാളം ന്യൂസ് ലഭ്യം.